എൻ്റെ ലൈഫ് മാത്രം എന്താ ഇങ്ങനെ പോണത്? വൻ ഷോകാണല്ലോ മൊത്തത്തിൽ. ഇങ്ങനെ നിങ്ങളെപ്പോഴും വിചാരിക്കാറുണ്ടോ? അതായത് മറ്റുള്ളവരുടെ ലൈഫ് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ലൈഫ് വൻ ഷോകായിട്ട് പോണത് പോയിട്ട് നിങ്ങൾക്ക് തോന്നാറുണ്ടോ? തോന്നാറുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കായിട്ടുള്ള വീഡിയോ ആണ്. ഹലോ ഗൈസ്, ഇറ്റ്സ് മീ അദിലാൻ ഹിയർ ആൻഡ് വെൽക്കം ബാക്ക് ടു ദി ചാനൽ. അതാണ് നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോണത്, ഞാൻ ആദ്യം ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ലൈഫ് മാത്രം ശോകം, ബാക്കിയുള്ള ലൈഫൊക്കെ അടിപൊളി. ഇങ്ങനെ നമുക്ക് മെയിൻലി തോന്നാനുള്ള കാരണം, ഏറ്റവും വലിയ കാരണം എന്ന് പറഞ്ഞെങ്കിൽ സോഷ്യൽ മീഡിയാസിൻ്റെ അമിതമായ ഉപയോഗമാണ്. കാരണം എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയാസിൽ നോക്കുമ്പോൾ, അതായത് ഇൻസ്റ്റഗ്രാമിൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ യൂട്യൂബിൽ നോക്കുമ്പോൾ ആൾക്കാർ അവരവരുടെ അച്ചീവ്മെൻറ്റ്സ് ആണ് മെയിൻലി പോസ്റ്റ് ചെയ്യണത്. അതായത് നമുക്ക് എന്തൊരു സന്തോഷം കാര്യം വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ അത് ഇൻസ്റ്റാഗ്രാമിലൂടെയോ യൂട്യൂബിലൂടെയോ വാട്സപ്പിലൂടെയോ വാട്ടെവർ ഇറ്റ് ഈസ്, ഏതൊരു സോഷ്യൽ മീഡിയ നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യണം ആ ഒരു സോഷ്യൽ മീഡിയയിൽ കൂടെ നമ്മൾ അറിയിക്കണം, നമ്മളെ സന്തോഷം മറ്റുള്ളവരെ അറിയിക്കണം. പക്ഷേ നമ്മൾ ഒരിക്കലും നമ്മളുടെ വിഷമങ്ങളും നമ്മളുടെ പേഴ്സണലായിട്ടുള്ള പ്രോബ്ലംസും ഒന്നും അതിനകത്ത് ഷെയർ ചെയ്യാറില്ല. പണ്ട് കാലത്തുണ്ടായിരുന്നു, അതായത് നമ്മളുടെ എന്തെങ്കിലുമൊക്കെ ഒരു വിഷമം എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുന്നവർ. ഇന്ന് അതുപോലും ഇല്ല. സോ എൻ്റയർലി ഡിഫറെൻ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇപ്പോൾ എൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ എടുത്ത് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹാപ്പി മൊമെൻറ്റ്സ് മാത്രമേ ഞാൻ അതിനകത്ത് ക്യാപ്ചർ ചെയ്തിട്ട് ഇടുള്ളൂ. അപ്പോൾ ഇത് പുറത്തുനിന്ന് കാണുന്നവർക്ക് എൻ്റയർലി തോന്നാന്നുണ്ടെങ്കിൽ, ഇവൻ്റെ ലൈഫൊക്കെ എന്ത് ലൈഫല്ലേ എന്നായിരിക്കും തോന്നാം. പക്ഷേ എനിക്ക് എൻ്റേതായിട്ടുള്ള കുറേ പേഴ്സണൽ പ്രോബ്ലംസ് ഉണ്ട്, ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ട് ലൈഫിൽ. എൻ്റെ പേഴ്സണലായിട്ടുള്ള അതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് തരണം ചെയ്യണത്. അത് ആരും കാണില്ല. കാരണം എന്നുണ്ടെങ്കിൽ അത് ഞാൻ എവിടെയും പോസ്റ്റ് ചെയ്ത് ആരും അറിയിക്കാനില്ല. ആ സ്ട്രഗിളൊക്കെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ നിന്നിട്ടാണ് ഫേസ് ചെയ്യണത്. അതാണ് നമ്മളെ എല്ലാവരുടെയും കുഴപ്പം. കാരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരാളുടെ ലൈഫ് കാണുമ്പോൾ ആളുടെ ലൈഫ് അടിപൊളിയായിട്ട് തോന്നാൻ ഉള്ളൊരു റീസൺ ആളുടെ ലൈഫിൻ്റെ പ്രശ്നങ്ങളും സ്ട്രഗിൾസും നമ്മളാരും അറിയണില്ല. നേരെ മറിച്ചിട്ട് ആളുടെ ലൈഫിൽ കിട്ടുന്ന എല്ലാ അച്ചീവ്മെൻറ്റ്സും നമ്മൾ അറിയുന്നുണ്ട്. അപ്പോൾ ആളുടെ ലൈഫ് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എൻ്റെ ലൈഫ് മാത്രമാണ് ഇങ്ങനെ, അവനൊക്കെ ലൈഫ് കണ്ടില്ലേ, അതൊക്കെയാണ് ലൈഫ്, ഇങ്ങനെ നമ്മൾ വിചാരിക്കാറുണ്ട്. ഒബിയസ്ലി ചില ആൾക്കാരുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളും ചില ആൾക്കാരെ ഇത് കാണുമ്പോഴും എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ പിന്നെ ഞാനത് റിയലൈസ് ചെയ്യും, പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോൾ എൻ്റെ ലൈഫിൽ യാതൊരു കുഴപ്പമില്ല, ഒരു സ്ട്രഗിൾസും ഇല്ല, ഇങ്ങനെ കൂളായിട്ടാണ് പോണത് എന്ന് പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോൾ എൻ്റെ ലൈഫിൽ അത്ര അടിപൊളിയായിട്ട് തോന്നും. പക്ഷേ എൻ്റെ ലൈഫിൻ്റെ ഒരു മൊത്തം എക്സ്പീരിയൻസ് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. എന്തായാലും നമുക്കുണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ എത്രത്തോളം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്രത്തോളം സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ഉള്ള ആൾക്കാരുടെ ലൈഫ് ഒക്കെ ഒന്ന് കാണണമെങ്കിൽ നമ്മളൊന്ന് തെരുവിലേക്ക് ഇറങ്ങിയാൽ മതി, സ്ട്രീറ്റുകളിലേക്ക് ഇറങ്ങിയാൽ മതി. അപ്പോൾ അവിടെ നമ്മൾ ഒരുപാട് വയസ്സായിട്ടുള്ള ആൾക്കാരെ ലൈഫൊക്കെ കാണും. അതായത് നല്ല രീതിക്ക് സമ്പാദിച്ചിട്ട് മക്കൾ മര്യാദക്ക് നോക്കാത്ത മാതാപിതാക്കളുടെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം മക്കൾക്കും ഫാമിലിക്കും വേണ്ടി ചെലവഴിച്ചിട്ട് മക്കൾക്കും വേണ്ട ഫാമിലിക്കും വേണ്ടാത്ത അവസ്ഥയിൽ വന്നിരിക്കണ ഒരുപാട് ആൾക്കാരുണ്ടാവും. പിന്നെ ലൈഫിൻ്റെ ഒരു നല്ലൊരു ഭാഗം, അതായത് നമ്മുടെ ലൈഫിൻ്റെ ഏറ്റവും നല്ല മൊമെൻറ്റ്സ് ആയിട്ടുള്ള യൂത്ത് മൊത്തം ഫാമിലിക്ക് വേണ്ടി ചെലവഴിച്ചിട്ട് ഫാമിലി വേണ്ട എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ. അതൊക്കെ കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാവും നമ്മൾ എത്ര ബ്ലെസ്ഡ് ആണെന്നുള്ളത്. സോ എനിക്ക് പറയാനുള്ളതെന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു, ഇനിയും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കും ലൈഫിൽ രക്ഷപ്പെടാവുന്നതുള്ളൂ. ഹോപ്പ് യു ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വാല്യൂ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കെന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ അദിലാൻ. ബൈ.